എല്ലാവർക്കും നമസ്കാരം. നാളെ നടക്കാൻ പോകുന്ന +2 അക്കൗണ്ടൻസിയുടെ ഫൈനൽ എക്സാമിന് 100% ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഇത് 2023 മുതൽ 2026 വരെയുള്ള മോഡൽ എക്സാമിൻ്റെയും ഫൈനൽ എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കളക്ട് ചെയ്ത ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. നിർബന്ധമായിട്ടും ഈ പ്രോബ്ലംസ് നിങ്ങൾ ആ ചാപ്റ്ററിൽ നിന്ന് ചെയ്ത് പഠിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2023 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം അതിൻ്റെ ക്രെഡിറ്റ് സൈഡ് ഓർത്തെടുക്കുക. ക്രെഡിറ്റ് സൈഡ് വരുന്ന 2 ഐറ്റമാണ് നെറ്റ് പ്രോഫിറ്റും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. ഡ്രോയിങ്സ് ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ എടുക്കാൻ പാടില്ല. ആകപ്പാടെ 2 ഐറ്റംസ് ആണ് നമ്മൾ ക്രെഡിറ്റ് സൈഡ് എഴുതേണ്ടത്. ഏതൊക്കെയാണ്? പ്രോഫിറ്റും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. അപ്പോൾ ആദ്യം തന്നെ അത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്ത് നിങ്ങൾ എഴുതുക. ഒന്നിൽ പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡ് എഴുതാം, ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡ് എഴുതാം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ക്രെഡിറ്റ് സൈഡ് എഴുതാം. ബാക്കി എല്ലാ ഐറ്റംസും നിങ്ങൾ എവിടെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്? ഡെബിറ്റ് സൈഡാണ് എൻ്റർ ചെയ്യേണ്ടത്. നമുക്ക് ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ക്രെഡിറ്റ് സൈഡ് നമ്മൾ പ്രോഫിറ്റും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും എഴുതുക. ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡ് എഴുതുക. ബാക്കി എല്ലാ ഐറ്റംസും നിങ്ങൾ ഡെബിറ്റ് സൈഡ് എഴുതുക. ഡ്രോയിങ്സ് എൻ്റർ ചെയ്യാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ നിങ്ങൾക്ക് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഇതിന് 5 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസറിൽ നോക്കിയേ, ക്രെഡിറ്റ് സൈഡ് നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. പ്രോഫിറ്റ് എൻ്റർ ചെയ്തു, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എൻ്റർ ചെയ്തു. പിന്നെ ബാക്കി വരുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡെബിറ്റ് സൈഡ് എഴുതി. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൽ നിന്ന് എഴുതുന്നത് രാജൻ്റെയും സാജൻ്റെയും 32,000 24,000 തന്നിട്ടില്ലേ, അത് ക്യാപിറ്റലിൻ്റെ പെർസെൻറ്റേജ് കണ്ട് എഴുതിയേക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ രാജൻ സാലറി പെർ മന്ത് ആണെങ്കിൽ എമൗണ്ട് ഇൻറ്റു 12 ചെയ്യണം. സാജൻസ് കമ്മീഷൻ അത് തന്നെ എഴുതുക. 2 സൈഡ് ടോട്ടൽ ചെയ്യുക, മൈനസ് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്രെഡിറ്റ് സൈഡ് എഴുതുന്ന ഐറ്റം ഓർത്ത് വെച്ചാൽ മതി. നെറ്റ് പ്രോഫിറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്രെഡിറ്റ് സൈഡ് എഴുതാം. ഡ്രോയിങ്സ് എഴുതാൻ പാടില്ല. ബാക്കി എല്ലാ ഐറ്റംസും ഡെബിറ്റ് സൈഡ് എഴുതണം. ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എളുപ്പത്തിൽ ചെയ്യാം. നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നെക്സ്റ്റ് ആ വർഷം തന്നെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ 2 പേരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അമലിൻ്റെയും ബിമലിൻ്റെയും കണ്ടുപിടിക്കണം. നമുക്ക് തന്നേക്കുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റൽ വന്നിട്ടുണ്ട്, അഡീഷണൽ ക്യാപിറ്റൽ വന്നിട്ടുണ്ട്, വിഡ്രോവൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് അമലിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. അമലിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആദ്യം തന്നേക്കുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റൽ 40,000 ആണ്. അതും ഇൻട്രസ്റ്റ് കണക്കാക്കുക. 40,000 ഇൻറ്റു 6% കാണുമ്പോൾ നമുക്ക് 2,400 കിട്ടും. പിന്നെ അമലിനുള്ളത് അഡീഷണൽ ക്യാപിറ്റൽ ആണ്. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ 20,000 ഇൻറ്റു 6/100 ഇൻറ്റു 8/12 എന്ന് വരുന്നത് ആ അഡീഷണൽ ക്യാപിറ്റലിൻ്റെ ഡേറ്റ് നോക്കിയേ, 1 മെയ് ആണ് വരുന്നത്. അപ്പോൾ 1 മെയ് മുതൽ ഡിസംബർ വരെ എത്ര മാസമുണ്ടോ അതാണ് അവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത് 8/12. അപ്പോൾ നമുക്ക് 800 കിട്ടും. പിന്നെ നെക്സ്റ്റ് അയാൾ വിഡ്രോ ചെയ്തിട്ടുണ്ട്. വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് നമ്മൾ മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 10,000 ഇൻറ്റു 6/100 ഇൻറ്റു അയാൾ വിഡ്രോ ചെയ്തത് ഒക്ടോബറിലല്ല. അപ്പോൾ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ എത്ര മാസം ഉണ്ടെന്ന് നോക്കാം. 3/12. അപ്പോൾ 150 കിട്ടും. അത് 3 കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അമലിൻ്റെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ലഭിക്കുന്നത്. നെക്സ്റ്റ് ബിമലിൻ്റെ നോക്കി, ഓപ്പണിംഗ് ക്യാപിറ്റൽ വന്നിട്ടുണ്ട് 30,000. അപ്പോൾ 30,000 ഇൻറ്റു 6/100 ചെയ്തു, 1,800 കിട്ടി. ബിമലിന് പിന്നെ അഡീഷണൽ ക്യാപിറ്റലേ ഉള്ളൂ. അതും ആ മെയ്യിൽ തന്നെയാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ 30,000 ഇൻറ്റു 6/100 ഇൻറ്റു 8/12, അതായത് മെയ് മുതൽ ഡിസംബർ വരെ എന്ന് പറയുമ്പോൾ 8/12. അപ്പോൾ 1,200 കിട്ടി. ബിമലിന് വിഡ്രോവൽ ഇല്ല. അപ്പോൾ നമുക്ക് അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ബിമലിൻ്റെയും എന്ത് കിട്ടി? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടി. ക്ലിയർ ആയോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, മണി എ പാർട്ണർ ഇൻ എ ഫേം വിഡ്രോ ദ ഫോളോയിങ് എമൗണ്ട്സ് ഡ്യൂറിംഗ് ദി ഇയർ. അതായത് ഡിഫറൻറ്റ് ഇൻ്റർവെൽസിൽ നമ്മൾ എന്ത് ചെയ്യുന്ന എമൗണ്ട് പിൻവലിക്കുന്നത്. എന്നിട്ട് നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. സം ഓഫ് പ്രൊഡക്റ്റ് ഇൻറ്റു 1/12 ഇൻറ്റു റേറ്റ് ബൈ 100 ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ 4 കോളം കൊടുക്കുക. തന്നേക്കുന്ന 2 കോളം നമ്മൾ അതേപോലെ തന്നെ എടുത്തെഴുതുക. 3ാമത്തെ കോളത്തിൻ്റെ ഹെഡ് ടൈം പീരീഡ്, 4ാമത്തെ പ്രൊഡക്റ്റ് എന്ന് കൊടുക്കാം. അതിനുശേഷം ആ ടൈം പീരീഡ് കാണാൻ നമ്മുടെ ആദ്യത്തെ ഡേറ്റ് മെയ് 1 അല്ലേ തന്നേക്കുന്നത്. മെയ് 1 മുതൽ ക്ലോസിംഗ് ഡേറ്റ് നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. മാർച്ച് ക്ലോസിംഗ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ മെയ് 1 മുതൽ മാർച്ച് 31 വരെ എത്ര മാസമുണ്ടോ അതാണ് നമ്മുടെ ടൈം പീരീഡ്. നെക്സ്റ്റ് 2ാമത്തെ നോക്കിയേ, ജൂലൈ 1 മുതൽ മാർച്ച് വരെ 9 ടൈം പീരീഡ്. നെക്സ്റ്റ് നവംബർ 30 മുതൽ മാർച്ച് 31 വരെ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 4 മാസം വരും. നെക്സ്റ്റ് ഡിസംബർ വരുമ്പോൾ നമുക്ക് അവിടെ മാസം എത്ര വരുന്നത്? ഡിസംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസമാണ് ടൈം പീരീഡ് വരുന്നത്. ലാസ്റ്റ് 31 മാർച്ച് എന്ന് പറയുമ്പോൾ അവിടെ വേറെ ടൈം പീരീഡ് ഒന്നുമില്ല, അവിടെ 0 വരും. കിട്ടിയ? അതായത് ഓരോ ഡേറ്റ് വെച്ചിട്ട് നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് വരെ മന്ത്സ് അതാണ് നമ്മുടെ ടൈം പീരീഡ്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എമൗണ്ട് ഇൻറ്റു ടൈം പീരീഡ് ചെയ്താൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ ആദ്യത്തെ 5,000 ഇൻറ്റു 11 ചെയ്യുമ്പോൾ നമുക്ക് 55,000 കിട്ടും. 3,000 ഇൻറ്റു 9 ചെയ്യുമ്പോൾ 27,000 കിട്ടും. അതിനുശേഷം നമ്മൾ എല്ലാം പ്രൊഡക്റ്റ് കണ്ടതിന് ശേഷം ടോട്ടൽ ചെയ്യുക. അപ്പോൾ നമുക്ക് 1,12,000 കിട്ടും. അത് നമ്മുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. ഇക്വേഷൻ നിങ്ങൾ എഴുതണോട്ടോ. ഇവിടെ ഇക്വേഷൻ ഞാൻ തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻ നിങ്ങൾ എഴുതിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. സം ഓഫ് പ്രൊഡക്റ്റ് ഇൻറ്റു 1/12 ഇൻറ്റു റേറ്റ് ബൈ 100. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരൊറ്റ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. ഇതിൻ്റെ ആൻസർ ഇവിടെ നൽകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണാൻ നമ്മൾ നേരത്തെ ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ 3 ഡേറ്റ് ഓഫ് വിഡ്രോവൽ വന്നിട്ടുണ്ട്, എമൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാണ്? സം ഓഫ് പ്രൊഡക്റ്റ് ഇൻറ്റു 1/12 ഇൻറ്റു റേറ്റ് ബൈ 100. ആ ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ട പ്രോബ്ലം ഉണ്ടാ. ആൻസർ ഇവിടെ നൽകാം. നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ് തന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം ക്രെഡിറ്റ് സൈഡ് എഴുതുക, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് എഴുതുക, ക്രെഡിറ്റ് സൈഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതുക, ഡ്രോയിങ്സ് എൻ്റർ ചെയ്യാൻ പാടില്ല, ഡെബിറ്റ് സൈഡ് ബാക്കി എല്ലാ ഐറ്റംസും എൻ്റർ ചെയ്യുക. ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആൻസർ ഇവിടെ നൽകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ടൈപ്പ് തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ളത്. അനൂപിൻ്റെ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, അഡീഷണൽ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. പ്രദീപിന് ഓപ്പണിംഗ് ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അനൂപിൻ്റെ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് കണക്കാക്കാം, അഡീഷണൽ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് കണക്കാക്കാം. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ അനൂപിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടും. അതുപോലെ പ്രദീപിൻ്റെ ഒരൊറ്റ ക്യാപിറ്റലേ കാണാനുള്ളൂ. അത് 40,000 ഇൻറ്റു എത്ര പെർസെൻറ്റേജാണ് തന്നേക്കുന്നത്? 8/100 ചെയ്താൽ പ്രദീപിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കിട്ടും കേട്ടോ. ഇതിൻ്റെ ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങളിത് നോക്കിയിട്ട് ചെയ്യണോട്ടോ, ചെയ്ത് തന്നെ പഠിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൽ ഓരോ വിഡ്രോവൽ ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് ആണ്, രണ്ടാമത്തെ മിഡിൽ ഡേ ഓഫ് എവരി മന്ത് ആണ്, മൂന്നാമത്തെ ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് ആണ്. അപ്പോൾ അത് എത്രയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് നിങ്ങൾ ഓർത്താൽ മതി. അപ്പോൾ ആദ്യത്തേതിൽ വിഡ്രോവൽ ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് ആണെങ്കിൽ നമ്മൾ 6.5/12 ഇട്ടിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈക്വൽ ടു 5,000 പെർ മന്ത് എന്ന് പറയുമ്പോൾ 5,000 ഇൻറ്റു 12 ചെയ്യുമ്പോൾ നമുക്ക് 60,000 കിട്ടും. ഇൻറ്റു 8/100 ഇൻറ്റു ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് എന്ന് പറയുമ്പോൾ 6.5/12 ഇട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് 2,600 കിട്ടും. രണ്ടാമത്തെ ആ 60,000 അതായത് 5,000 ഇൻറ്റു 12 നമ്മൾ എത്രയുണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? മിഡിൽ ഡേ അല്ലേ പറയണത്. അപ്പോൾ 6/12 റേറ്റ് അത് തന്നെ. അപ്പോൾ നമുക്ക് 2,400 ആൻസർ കിട്ടും. ഇനി ലാസ്റ്റ് ഡേ ആണെങ്കിൽ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 5.5/12. ഇതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഫസ്റ്റ് ഡേ ആണെങ്കിൽ 6.5, ഫസ്റ്റ് ഡേ ആണെങ്കിൽ 6.5/12, മിഡിൽ ഡേ ആണെങ്കിൽ 6/12, ലാസ്റ്റ് ഡേ ആണെങ്കിൽ 5.5/12. പിന്നെ പലരും തെറ്റിക്കുന്നതാണ്. ആ 5,000 തന്നെ എടുത്തെഴുതും. ചെയ്യാൻ പാടില്ല. 5,000 ഇൻറ്റു 12 ചെയ്യണം കേട്ടോ. കാരണം നമ്മളോട് ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 5,000 പെർ മന്ത് എന്ന് പറയുമ്പോൾ 5,000 ഇൻറ്റു 12 ചെയ്യണം. കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം, തെറ്റിക്കരുത് കേട്ടോ. 2026 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഒരു ധാരണയായില്ലേ ഈ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെയാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പഠിക്കണം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പഠിക്കണം, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പഠിക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ മെത്തേഡ് പഠിക്കണം. നിർബന്ധമാണ്. ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സുമാണ് കേട്ടോ. ഫ്ലക്ച്വേറ്റിംഗ് ഒരൊറ്റ പ്രാവശ്യമേ ചോദിച്ചിട്ടുള്ളൂ ഇതുവരെയായിട്ടും. അത് പഠിക്കേണ്ടതല്ല, അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ നോക്കി വെച്ചിരിക്കണം. പിന്നെ നമുക്ക് തിയറി ഭാഗത്ത് നിന്ന് പഠിക്കേണ്ടത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ മുൻഭാഗത്ത് തിയറിയുടെ മാത്രമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് അടുത്ത ചാപ്റ്ററിൻ്റെ ഇതുപോലെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.